ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടെ ഒമാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനുമായി ഹോർമോസ് കടലിടുക്കിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട ഒമാൻ കരാർ ഉണ്ടാക്കിയാൽ ഒമാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന തരത്തിലാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം വന്നത്. ഹോർമോസ് കടലിടുക്ക് ലോകത്തിലെ പ്രധാന കടൽപാതകളിലൊന്നാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും മറ്റു സാധനങ്ങളും പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്ന കപ്പലുകൾ ഈ വഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ചെറിയ പ്രശ്നം പോലും വലിയ ആശങ്കയ്ക്ക് കാരണമാകാറുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയ 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയുടെ കാലാവധി കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ ഇറാൻ ഇനി കീഴടങ്ങണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇറാൻ സൈന്യത്തിലെ റവല്യൂഷണറി ഗാർഡുമായി അമേരിക്ക ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ അമേരിക്കയുമായി ഇത്തരമൊരു ചർച്ച നടക്കുന്നതായി ഇറാൻ നിഷേധിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ വീണ്ടും ആശയക്കുഴപ്പമുണ്ടായി. ഒരു ഭാഗത്ത് ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ മറുഭാഗത്ത് കടുത്ത വാക്കുകളും മുന്നറിയിപ്പുകളുമാണ് തുടരുന്നത്. ഇതിനിടെ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് യുഎയിലെത്തി. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സുരക്ഷയും ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കൂടിക്കാഴ്ചയിൽ പ്രധാനമായി ചർച്ച ചെയ്തതായി വിവരമുണ്ട്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയെ ഏറെ ശ്രദ്ധയോടെയാണ് കാണുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷളായാൽ അതിന്റെ ബാധ്യത മറ്റ് രാജ്യങ്ങളിലേക്കും എത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കടൽപാതകളുടെ സുരക്ഷയെക്കുറിച്ചാണ് കൂടുതൽ ആശങ്ക. അതിനിടെയാണ് ചെങ്കടലിൽ മറ്റൊരു പ്രധാന സംഭവം ഉണ്ടായത്. സൗദി അറേബ്യയുടെ ഒരു യുദ്ധക്കപ്പലിന് നേരെ യമനിലെ ഹൂതി വിമതർ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. കപ്പലിനും അതിനൊപ്പം പോയ 4 ബോട്ടുകൾക്കും നേരെ മിസൈൽ ആക്രമണം നടത്തിയതെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. യമനിലെ തുറമുഖ നഗരമായ മുഹയ്ക്ക് സമീപമാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം. ബാഹുൽ മന്ദബ് കടലിന് അടുത്തുള്ള പ്രദേശമാണിത്. ചെങ്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കടൽപാതകളിൽ ഒന്നാണ് ബാഹുൽ ബന്ധം. ഈ കടലിടുക്കിലെ ദിവസവും നിരവധി കപ്പലുകളാണ് കടന്നു പോകുന്നത്. എണ്ണ, ഭക്ഷണം, മറ്റ് സാധനങ്ങൾ എന്നിവ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കും ഈ വഴി വളരെ പ്രധാനമാണ്. ആയതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും ആശങ്ക ഉണ്ടാക്കാറുണ്ട്. സൗദി യുദ്ധക്കപ്പലിന് നേരെ ആക്രമണത്തെക്കുറിച്ച് ഹൂതികളാണ് അവകാശവാദം ഉന്നയിച്ചത്. ആക്രമണത്തിൽ കപ്പലിന് എത്രമാത്രം നാശനഷ്ടമുണ്ടായെന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ആളപായമുണ്ടായോ എന്ന കാര്യത്തിലും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. യമനിലെ ഹൂതികളും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രശ്നം പുതിയതല്ല. യമനിലെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇരു കൂട്ടരും വർഷങ്ങളായി ഏറ്റുമുട്ടുന്നത്. ഇപ്പോൾ ചെങ്കടലിലെ കപ്പൽ ഗതാഗതവും ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടിയതോടെ ചെങ്കടൽ വഴി പോകുന്ന പല കപ്പലുകളും കൂടുതൽ ജാഗ്രതയിലാണ്. ചില കപ്പലുകൾ ഈ കടൽപാത ഒഴിവാക്കി കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന വഴികൾ തിരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വന്നാൽ യാത്രാസമയം കൂടുകയും ചരക്ക് കൊണ്ടുപോകാനുള്ള ചെലവ് ഉയരുകയും ചെയ്യും. ഇറാൻ, ഒമാൻ, അമേരിക്ക, സൗദി അറേബ്യ, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിൽ പല പ്രശ്നങ്ങളും ഒരേ സമയം നടക്കുകയാണ്. ഒരു ഭാഗത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം, മറ്റൊരു വശത്ത് യമനിലെ ഹൂതികളും സൗദിയും തമ്മിലുള്ള പ്രശ്നം. ഇതിനു പുറമെ കടൽപാതകളുടെ സുരക്ഷയും വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കും ബാബുൽ മന്ദബ് കടലിടുക്കും ആഗോള വ്യാപാരത്തിന് വളരെ പ്രധാനപ്പെട്ട വഴികളാണ്. ഈ 2 കടൽപാതകളിലും പ്രശ്നമുണ്ടാകുന്നത് ലോകത്തെ പല രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കാം. പ്രത്യേകിച്ച് എണ്ണവില ഉയരാനുള്ള സാധ്യതയാണ് പ്രധാന ആശങ്ക. ഗൾഫ് മേഖലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷാ പ്രശ്നമുണ്ടായാൽ എണ്ണയുടെ വില കൂടാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫലം ഇന്ധനവിലയിലും മറ്റ് സാധനങ്ങളുടെ വിലയിലും കാണാം. ഇപ്പോൾ മേഖലയിൽ സമാധാനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സ്ഥിതി പൂർണ്ണമായി ശാന്തമായിട്ടില്ല. ഒമാൻ പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്ക് സഹായിക്കുന്ന രാജ്യമായാണ് അറിയപ്പെടുന്നത്. ആയതിനാൽ ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്കും വലിയ ശ്രദ്ധയാണ് ലഭിക്കുന്നത്. എന്നാൽ അതിനിടയിൽ തന്നെ ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ് വന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. അതേസമയം ചെങ്കടലിൽ സൗദി യുദ്ധക്കപ്പലിന് നേരെ ഉണ്ടായതായി പറയുന്ന ഹൂതി ആക്രമണവും പുതിയ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം എങ്ങോട്ട് പോകും? ഒമാന്റെ ഇടപെടൽ എന്ത് ഫലമുണ്ടാക്കും? ചെങ്കടലിലെ കപ്പൽ ഗതാഗതം എത്രത്തോളം സുരക്ഷിതമാകും എന്നതെല്ലാം പ്രധാനമാണ്. നിലവിലെ സംഭവങ്ങൾ നോക്കുമ്പോൾ ഗൾഫ് മേഖലയിലെ സ്ഥിതി വളരെ ശ്രദ്ധയോടെ കാണേണ്ട അവസ്ഥയിലാണ്. ഒരു ചെറിയ സംഘർഷം പോലും വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുള്ളതിനാൽ ലോകരാജ്യങ്ങളും കപ്പൽ കമ്പനികളും മേഖലയിലെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.